ഹലോ ഫോക്സ് അങ്ങനെ മോട്ടോ ജിയുടെ കഥയിൽ ഒരു വൻ ട്വിസ്റ്റ് ഉണ്ടായിട്ടാണ് നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ നേരത്തെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ എൻഡൊക്കെ എത്തുമ്പോഴത്തേനും ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ മോട്ടോ ജിയുടെ ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ കഴിഞ്ഞേക്കാണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ചെറിയ ബ്രേക്കാണ്. ഈ സമ്മർ ബ്രേക്കിന് ശേഷം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിൽവസ്റ്റണിലാണ്. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് തീരാൻ നേരത്ത് ഒരു അടിപൊളി ട്വിസ്റ്റോട് കൂടിയാണ് കഥ ഇനി മുന്നോട്ട് പോകുന്നത്. ആൻഡ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, പെക്കോ വാഗ്നായ ഹോഹെ മാർട്ടിനെ പിന്തള്ളിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ ഫസ്റ്റ് എത്തിയേക്കാണ്. സോ ഒബിയസ്ലി പോയിന്റ് പട്ടികയിൽ അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് ഫൈറ്റ് ഉണ്ടെങ്കിൽ ഒരാൾ മുമ്പിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തയാൾ വീണ്ടും ഫ്രണ്ടിൽ കയറും, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. പക്ഷേ ഇപ്പോൾ ഈ സമ്മർ ബ്രേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഈ സാക്സൺ റിങ്ങിൻ്റെ ആ ഒരു റിസൾട്ട് അനുസരിച്ചാണ് എല്ലാവരുടെയും ഒരു മൂഡൊക്കെ സെറ്റ് ആവുന്നത്. അപ്പോൾ ഇനി ചെല്ലാൻ നേരത്ത് പകുതി പേരും ചിന്തിക്കുന്നത് പല രീതികളിലായിരിക്കും. സോ ഹോക്കെ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബാഡ് ആയിട്ടുള്ള ഒരു മൂഡ് വെച്ചാണ് പുള്ളി പോകാൻ പോകുന്നത്. ആൻഡ് എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഹോക്കെ മാർട്ടിൻ്റെ കോൺഫിഡൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡുക്കാട്ടിയുടെ ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്സിനെ ഇത് അഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സമ്മർ ബ്രേക്കിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സമ്മർ ബ്രേക്കിന് മുമ്പുള്ള റേസിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്ക് മാർക്കസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബിക്കോസ് മാർക്ക് മാർക്കസിന്റെ ഒരു എന്താ പറയുക കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രാക്കാണ് സാക്സൺ. ആൻഡ് പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാക്കി അപ്രീലിയയുടെ പെർഫോമൻസുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട നേരെ പോഡ്കാസ്റ്റിലേക്ക് തന്നെ നടക്കാം. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്യാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ടിലെ ടി വിയിൽ ഞാൻ ASCENT-GP പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ബ്ലോക്കായി പോയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ വീഡിയോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ഓഡിയോ മാത്രമായിട്ടാണ് ഇറക്കിയത്. സോ നമുക്ക് മീൻസ് ഓഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഇമേജ് വെച്ചിട്ട് അങ്ങനെയാണ് ഇറക്കിയത്. അല്ലാതെ നമുക്ക് ഓഡിയോ മാത്രമായിട്ട് ഇറക്കാൻ പറ്റത്തില്ല. ലൈക്ക് സ്പോട്ടിഫൈയിലൊക്കെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ട് കഴിഞ്ഞ വീഡിയോ ഇല്ലാണ്ടിരുന്ന ഒരു റീസൺ. അപ്പോൾ ഇനി നമുക്ക് ഇനി ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ നമ്മുടെ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് ഇറങ്ങാം. സോ വെൽക്കം ടു BBK Moto Love മോട്ടോ GP പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 5. ആൻഡ് ഐ എം യുവർ ഹോസ്റ്റ് ബിൽസൺ ബെന്നി. ആൻഡ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാക്സൺ റിങ്ങിൻ്റെ GP-നെ കുറിച്ച്. സോ നമ്മൾ ഇപ്പോൾ ആരെക്കുറിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈക്ക് പെക്കോ വാഗ്നാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഹോക്കെ മാർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, മാർക്ക് മാർക്കസിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഐ തിങ്ക് നമുക്ക് മാർക്കസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഒബ്വിയസ്ലി ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയൊരു 3-4 ദിവസത്തിനുള്ളിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആണ് ആക്ച്വലി മാർക്കസിൻ്റെ ഈ 3 ദിവസത്തെ ടൈം ഫ്രെയിമിനുള്ളിൽ സംഭവിച്ചത്. സോ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പോകാം. സോ മാർക്ക് മാർക്കസിനെ സംബന്ധിച്ചിടത്തോളം ഈ സാക്സൺ റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ്. 11 തവണയാണ് ഇവിടെ അപ്പിയർ ചെയ്തത്. ആൻഡ് ആ 11 തവണയും ഹി വാസ് ദ വിന്നർ. ഒരു തവണ പോലും ഒരു സെക്കൻഡ് പൊസിഷൻ പോലും എടുത്തിട്ടില്ല. സോ അതുപോലെ ഒരു കോൺസിക്യൂട്ടീവ് 11 വിക്ടറീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എന്താ പറയുക ഒരു റെക്കോർഡ് തന്നെ പുള്ളി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അത്രയും സ്പെഷ്യാലിറ്റി നിറഞ്ഞൊരു റിംഗിലേക്ക് ഒരു സ്പെഷ്യാലിറ്റി നിറഞ്ഞൊരു സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഇവിടെ ജയിക്കാൻ പോകുന്നത് മാർക്ക് മാർക്കസ് ആയിരിക്കും. മാർക്ക് മാർക്കസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലെഫ്റ്റ് ഹാൻഡ് ട്രാക്കുകളിലും ഹീസ് സൂപ്പർ ഫാസ്റ്റ്. ബാക്കിയുള്ളവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര എന്താ പറയുക അടിപൊളി പെർഫോമൻസ് ആണ് യൂഷ്വലി കാഴ്ചവെക്കാറ്. ആൻഡ് നമ്മൾ അമേരിക്കൻ GP-യിൽ പോയപ്പോഴാണെങ്കിലും മാർക്ക് മാർക്കസ് ജയിക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഈവൻ മാർക്ക് മാർക്കസ് വാസ് ലീഡിങ് ഇൻ എ ലാപ്പ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്രാഷായി. അങ്ങനെ മാർക്ക് മാർക്കസ് അതിൽ ഔട്ടായി. പക്ഷേ അത് നമുക്കൊരു ഡുക്കാട്ടിയുടെ ഒരു അഡാപ്റ്റേഷൻ്റെ സമയമായിരുന്നു. ലൈക്ക് സെക്കൻഡ് ഓർ തേർഡ് റേസ് ആയിരുന്നു അമേരിക്കയിൽ നിന്ന്. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷന് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കസിന് ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ഡ്യൂ ടു ദ അഡാപ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് മാറ്റി നിർത്തായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7-8 GPs കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കസ് ഓൾമോസ്റ്റ് ഈ ഡുക്കാട്ടിയുടെ GP23 ആയിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളൊരു അടിപൊളി റിസൾട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫ്രൈഡേയിൽ സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ആദ്യം തന്നെ പ്രാക്ടീസ് സെഷൻ ആയിരുന്നു. ആൻഡ് പ്രാക്ടീസ് സെഷനിൽ തന്നെ ഡുക്കാട്ടിയുടെ ഗ്രിസീനി ടീമിൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. മെക്കാനിക്കലി ആ ബൈക്ക് അത്ര അടിപൊളിയായിട്ടല്ലായിരുന്നു. മാർക്കസ് ഇടയ്ക്ക് സെക്കൻഡ് ബൈക്കിനൊക്കെ ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലൈക്ക് ആദ്യം പോയ ബൈക്കിൽ മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ബൈക്കിൽ പോയപ്പോൾ തന്നെ ഒരു വലിയ ക്രാഷ് ഉണ്ടായി. ആൻഡ് ക്രാഷിന്റെ റീസൺ കാരണം ഹി ഹാഡ് ഫ്രാക്ചർ ഇൻ ഹിസ് ലെഫ്റ്റ് ആം. ഐ തിങ്ക് ലെഫ്റ്റ് ഹാൻഡിന്റെ ഈ ചെറിയ ഫിംഗറിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിബ്സിൽ ബ്രൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കാരണം മാർക്കസ് അഗൈൻ കെയിം ഔട്ട്. ഒരു സിംഗിൾ ലാപ്പ് തന്നെ പോയി. ആ ഒരു സിംഗിൾ ലാപ്പിൽ തന്നെ അന്നേരത്തെ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റസ്റ്റ് എന്താ പറയുക ലാപ്പ് അടിച്ച് അതിനുശേഷം നേരെ മെഡിക്കൽ സെന്ററിലേക്കാണ് പോയത്. പക്ഷേ ആ ലാപ്പ് എല്ലാം പൊട്ടിച്ച് പുള്ളി നേരെ Q1 പോകേണ്ടി വന്നു. ആൻഡ് അഗെയിൻ തിരിച്ച് ബൈക്കിൽ കയറിയില്ല വീണ്ടും അടുത്ത ലാപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാർക്കസ് Q1 സ്റ്റാർട്ട് ചെയ്തത്. Q1 പോലും ഈ നമുക്ക് എന്താ പറയുക കൈക്കോ കാലിനൊക്കെ കുറച്ച് വേദന ഉണ്ടെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ എന്തായാലും പ്രശ്നമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് നമ്മുടെ റിബ്സിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നാണ്. ജസ്റ്റ് നമ്മളൊന്ന് ശ്വാസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ റിബ്സിലുള്ള പെയിൻ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ദിവസം അറിയത്തുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ എന്തായാലും നമ്മൾ പെയിൻ നന്നായിട്ട് അറിയും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ആക്ച്വലി മാർക്കസ് Q1 റേസ് ചെയ്യാൻ വേണ്ടി വന്നത്. ആൻഡ്
എഗെയിൻ Q1 പുള്ളി ആദ്യം ഒന്ന് ഇറങ്ങി, അതിനുശേഷം ആ ഒരു ടൈം പോരാന്ന് കണ്ടപ്പോൾ വീണ്ടും അടുത്ത ലാപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റെഫൻ ബ്രാഡ്ലി പുള്ളിക്ക് വട്ടം നിന്ന് പുള്ളിയുടെ ആ ഒരു ലാപ്പ് നഷ്ടമായി. ആൻഡ് ടൈമും കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഹി വാസ് ഫോഴ്സ് ടു സ്റ്റാർട്ട് ഫ്രം P30. ആൻഡ് അഗെയിൻ സ്റ്റെഫൻ ബ്രാഡലിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാർക്ക് മാർക്കസിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ഡുക്കാട്ടിയുടെ ഇല്ല, ഹോണ്ടയുടെ ടെസ്റ്റ് റൈഡറാണ് സ്റ്റെഫൻ ബ്രാഡൽ. സോ അവർ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തേക്കുന്നതിന്റെ ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് മാർക്കസ് പറഞ്ഞു അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഹി വാസ് ആക്ച്വലി റിയലി മാഡ്. പക്ഷേ പുള്ളി പറഞ്ഞു ഇറ്റ് ഹാപ്പൻസ്, അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇറ്റ് ഈസ് എ വെരി ബാഡ് തിങ് ടു ഡു. ലൈക്ക് സ്റ്റെഫൻ ബ്രാഡൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഫാസ്റ്റ് ലാപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പുള്ളി ട്രാക്കിന്റെ നടുക്ക് തന്നെ സ്ലോ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അത് പെനാൽറ്റി വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഗ്രിഡ് പൊസിഷനിൽ നമുക്കൊരു 3 പൊസിഷനൊക്കെ ബാക്കിലേക്ക് വരും. അതുപോലെ തന്നെ സ്റ്റെഫൻ ബ്രാഡലിന് സംഭവിച്ചു. പക്ഷെ ആക്ച്വലി ഗ്രിഡിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഒരാൾക്ക് 3 പ്ലേസസ് വീണ്ടും പുറകെ കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പണിഷ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ആക്ച്വലി റൈഡേഴ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു. ആൻഡ് മാർക്ക് മാർക്കസ് ലോസ്റ്റ് ഹിസ് എൻട്രി ടു Q2. അപ്പോൾ P13 നിന്നാണ് മാർക്കസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ജസ്റ്റ് ഇമാജിൻ, ലൈക്ക് ഒന്ന് പുള്ളിയുടെ കയ്യിൽ ഇത് ബ്രൂസ് വന്നേക്കാണ്, റിബ്സിൽ ബ്രൂസ് വന്നേക്കാണ്, കയ്യിൽ ഫ്രാക്ചർ ഉണ്ട്, മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ട്, കംപ്ലീറ്റ്ലി പുള്ളിയുടെ കോൺഫിഡൻസ് പോയിരിക്കുകയാണ്. ആൻഡ് ഇതൊക്കെ കാരണം തന്നെ ആക്ച്വലി നമ്മളുടെ മാർക്ക് മാർക്കസ് ഫാൻസിനെല്ലാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഹൗ വിൽ ഹിസ് പെർഫോമൻസ് ബി ഇൻ സാക് സെന്റർ. ഈവൻ ദോ എത്ര ഡോമിനേറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും P13 എന്ന് പറയുമ്പോൾ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും പൊസിഷൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഓരോരുത്തരായിട്ട് ബാറ്റിൽ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ടയർ വെയർ കൂടും, നമുക്ക് ഇടേണ്ട എഫേർട്സ് കൂടും. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മുടെ ടയർ പ്രഷറിൽ അത് ഒരുപാട് ബാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നമുക്ക് ടോപ്പ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് എനിവേ സ്പ്രിന്റ് റേസ് സ്റ്റാർട്ട് ചെയ്തു. മാർക്കസിന് അത്ര അടിപൊളി ഒരു സ്റ്റാർട്ടല്ല കിട്ടിയത്. ആൻഡ് ആദ്യം തന്നെ പുള്ളിക്ക് ബ്രാഡ് ബെൻഡർ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്. ആൻഡ് ബ്രാഡ് ബെൻഡർ ആയിട്ട് ഫൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കയറാൻ പറ്റിയത്. അതിനുശേഷം ഫ്രണ്ടിൽ വീണ്ടും കുറേ റൈഡേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഒരു P6 ആണ് പുള്ളിക്ക് ലാസ്റ്റ് സ്പ്രിന്റ് റേസിൽ കിട്ടിയത്. ആൻഡ് അതും മാവറിക് വിനിയാൻസിനെ ലാസ്റ്റ് ലാപ്പിന്റെ ലാസ്റ്റ് കോർണറിൽ ഓവർടേക്ക് ചെയ്തിട്ടാണ് ആ P6 ഇങ്ങനെ കിട്ടിയത്. സോ ആക്ച്വലി ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് സീയിങ് മാർക്കസ് ഗെയിനിങ് 1 പൊസിഷൻ ആഫ്റ്റർ അനദർ. പക്ഷേ സാക് സെന്ററിങ്ങിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു റിസൾട്ട് അല്ല എല്ലാവരും എക്സ്പെക്ട് ചെയ്യാറുള്ളത്. സോ അതിനാണ് മാർക്കസിന്റെ സ്പ്രിന്റ് റേസ് പോയത്. ആൻഡ് അഗെയിൻ നമ്മൾ റേസിന്റെ കാര്യം പറയുമ്പോൾ റേസ് വാസ് ലൈക്ക് 30 laps. അപ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉണ്ട്, മേ ബി മാർക്കസിന് അതിൽ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഫാൻസ് എല്ലാവരും ഇരുന്നത്. അപ്പോൾ അഗെയിൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്. ആ ഒരു രീതിയിലാണ് പുള്ളി റേസ് ചെയ്യുന്നത് തന്നെ. ആൻഡ് പുള്ളി സാറ്റർഡേ തന്നെ പറഞ്ഞായിരുന്നു ഇത് സാക് സെന്ററിൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ആയിരുന്നെങ്കിൽ ഹി വുഡൻ റേസ്. ഇത് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ്, അത്രയും പുള്ളിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സർക്യൂട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇറങ്ങിയത്. എസ്പെഷ്യലി 2 വീലറിൽ ഇങ്ങനെ റേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ഒപ്റ്റിമൽ എന്താ പറയുക ഫിറ്റ്നസ്സിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് വരിക പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സൺഡേ റേസ് സ്റ്റാർട്ട് ചെയ്തു. സൺഡേ റേസിലാണെങ്കിലും മാർക്ക് സ്റ്റാർട്ടിങ് ഫ്രം P13. Fortunately, he was able to overtake Brad Binder in the first lap itself. And പയ്യെ പുള്ളി ഇങ്ങനെ ഓരോ പ്ലേസസ് ഗെയിൻ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഹി വാസ് ബിഹൈൻഡ് ഫ്രാങ്കോ മോർബിഡലി. ഈനിയ വാസ്മിനി ആയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി ദ റേസ് വാസ് ലിറ്റിൽ ഫണ്ണി. കാരണം മാർക്കസ് ഒരാളെ ഓവർടേക്ക് ചെയ്യും, അയാളെ തന്നെ ഒരു 1-2 ലാപ്പിനുള്ളിൽ ഈനിയ ഓവർടേക്ക് ചെയ്യും. ആൻഡ് അഗെയിൻ ഈനിയ മാർക്കസിനെ തന്നെ ഇങ്ങനെ ടൈൽ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം മാർക്കസ് അടുത്ത ഓവർടേക്ക് ചെയ്യും, ഈനിയ ആ പുള്ളിനെ 1-2 ലാപ്പിനുള്ളിൽ ഓവർടേക്ക് ചെയ്യും. സോ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ, ഇങ്ങനെ ക്യാച്ച് ആൻഡ് ക്യാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു. ബട്ട് എനിക്ക് ഫൈനലി ഫ്രാങ്കോ മോർബിഡലിയുടെ പുറകിലെത്തിയപ്പോൾ മാർക്കസ് കുറച്ച് ലാപ്പുകൾ ഫ്രാങ്കോയുടെ ബാക്കിൽ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ട്രൈ ടു ഓവർടേക്ക് ഫ്രാങ്കോ കുറച്ചൊന്ന് വൈഡ് പോയായിരുന്നു. പക്ഷെ രണ്ടുപേരും വന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് എക്സാക്ട് ഒരു സെയിം ലൈനിലേക്കാണ് വന്നത്. സോ ബോത്ത് ഓഫ് ദം കൊളൈഡഡ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി മാർക്കസ് ഭാഗ്യത്തിന് വണ്ടിയിൽ നിന്ന് വീണില്ല, അല്ലായിരുന്നെങ്കിൽ ആ റേസ് അതോടുകൂടി തീർന്നതിന് മാർക്കസിന്റെ കാര്യത്തിൽ. ആൻഡ് ദർ വാസ് നോ എനി ഇത് ജസ്റ്റ് ഒരു റേസിംഗ് ഇൻസിഡന്റ് ആണ്. അതിന് പിന്നിൽ വേറെ ഇൻവെസ്റ്റിഗേഷന് ശേഷം വേറെ പെനാൽറ്റിയോ കാര്യങ്ങളൊന്നും വന്നില്ല. ബട്ട് എനിവേ മാർക്കസ് അപ്പോൾ തന്നെ കുറച്ച് ടൈം ലോസ്റ്റ് ആയി. ലൈക്ക് ഐ തിങ്ക് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ്സിന് അടുത്ത് തന്നെ ടൈം ലോസ്റ്റ് ആയി. ഈനിയ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു. ആൻഡ് അഗെയിൻ ദർ വാസ് എ ഫൈറ്റ് ബിറ്റ്വീൻ മാർക്കസ് ആൻഡ് ഈനിയ. 2 ലാപ്പോളം മാർക്കസും ഈനിയ തമ്മിൽ ഫൈറ്റ് ചെയ്യായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈനിയനെ കയറ്റി വിടില്ല എന്നുള്ള ഒരു ഒറ്റ മൈൻഡ് തന്നെ മാർക്കസ് ഫ്രണ്ടിൽ കയറി. റേസിന് ശേഷം മാർക്കസ് പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഇട്ട പോലെയായിരുന്നു, പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. പുള്ളി പിന്നെ കംപ്ലീറ്റ്ലി ഒരു അറ്റാക്ക് മോഡായിരുന്നു. ഇനി കൺസർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഫുൾ പവറിലേക്ക് പോയി. ആൻഡ് ഫ്രാങ്കോ മോർബിഡലിനെ ക്ലോസ് ചെയ്തു. ആൻഡ് ഫ്രാങ്കോനെ വീണ്ടും ഓവർടേക്ക് ചെയ്തു വിത്ത് ഹിസ് സിഗ്നേച്ചർ ഓവർടേക്കിംഗ്. അതിനുശേഷം ഈനിയ പയ്യ ഫ്രാങ്കോനെ ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ ഫ്രാങ്കോയായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനൊക്കെ നല്ലൊരു എക്സൈറ്റിംഗ് പ്ലേ ആയിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മാർക്കസ് പുള്ളിയുടെ ബ്രദറിന്റെ അടുത്തെത്തി. ആക്ച്വലി ഒരു 2 or 2.3 സെക്കൻഡ്സിന്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും വകക്കാണ്ട് മാർക്കസ് വാസ് കംപ്ലീറ്റ്ലി ഓൺ ഫൈറ്റിംഗ് മോഡ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെയാണ് ഹോഹെ മാർട്ടിൻ ക്രാഷും ആയത്. ആൻഡ് സോ
അതുകൊണ്ട് തന്നെ മാർക്കസിന് പുള്ളിയുടെ ബ്രദറായിട്ട് ഒരു പോഡിയം ഷെയർ ചെയ്യാൻ പറ്റി. സോ മാർക്കസ് ഫൈനലി ഫിനിഷ്ഡ് ഇൻ P2. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒന്നോടെ ഞാൻ പറയാം, ഒന്ന് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ഒരു ഫിംഗർ ഉണ്ട്, ഫ്രാക്ചർ ഉണ്ട് ഫിംഗറിൽ. അതിനുശേഷം റിബ്സ് ബ്രൂസ്ഡ് ആണ്. ബൈക്കിൽ ഈ ഫ്രാങ്കോ മോർബിഡിലായിട്ട് ക്രാഷ് ഉണ്ടായപ്പോൾ തന്നെ ബൈക്കിന്റെ എയറോഡൈനാമിക്സിനെ ഇത് ബാധിച്ചായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടിലത്തെ വിൻഷീൽഡ് ഒത്തിരി ബ്രേക്ക് ആയിരുന്നു. സോ ഇറ്റ് വിൽ ആക്ച്വലി അഫക്ട് ദ എയറോനെ നന്നായിട്ട് അഫക്ട് ചെയ്യും. കാരണം ഇവർ ടക്ക് ഇൻ ചെയ്തിരിക്കുമ്പോൾ ഈ എയർ ഫ്ലോ ഒപ്റ്റിമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിങ്സ് ഒക്കെ, അല്ല വിങ്സ് അല്ല, ഈ ഫ്രണ്ടിലത്തെ വിൻഷീൽഡ് ഒക്കെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവരുടെ ഒരു റൈഡർ ഡൈനാമിക്സിനെ നന്നായിട്ട് അത് ബാധിക്കും. എസ്പെഷ്യലി ഇപ്പോൾ എയറോയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ അതെല്ലാം ഉണ്ടായിട്ട് ഒരു മാർക്കസ് വളരെ അടിപൊളിയായിട്ട് ഇനിയായിട്ട് ബാറ്റിൽ ചെയ്തു, ഫ്രാങ്കോയിട്ട് ബാറ്റിൽ ചെയ്തു, പുള്ളിയുടെ ബ്രദറായിട്ടുള്ള ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തു. സോ കുറച്ചും കൂടി ലാപ്സ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി മാർക്കസ് വുഡ് ഹാവ് ക്യാച്ച് പെക്കോ ബാഗ്നായ, ബിക്കോസ് ഹി വാസ് സോ ഫാസ്റ്റ് ബൈ ദ ലാസ്റ്റ് 6 or 7 laps. So it was an amazing performance by Marc Marquez. പക്ഷേ he should have won here if he had a better qualification. പക്ഷേ അതുണ്ടായില്ല. സോ സെക്കൻഡ് പൊസിഷൻ ആണെങ്കിലും ആസ് എ മാർക്കസ് ഫാൻ ഐ എം വെരി ഹാപ്പി. ആൻഡ് അഗെയിൻ ഹി വാസ് ഏബിൾ ടു ഷെയർ എ പോഡിയം വിത്ത് ഹിസ് ബ്രദർ. സോ ഹീസ് ഓൾസോ സൂപ്പർ ഹാപ്പി അബൌട്ട് ദിസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്കസിന്റെ കാര്യങ്ങൾ. സോ ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കസ് ഇപ്പോഴും ഒരു ടൈറ്റിൽ കണ്ടൻഡർ ആണെന്നുള്ളതാണ്. ആക്ച്വലി മാർക്കസും ഏറ്റവും ഫ്രണ്ടിലുള്ള ഇപ്പോഴത്തെ പെക്കോ ബാഗ്നായും തമ്മിൽ ഐ തിങ്ക് ഒരു മോർ ദാൻ 50 പോയിന്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി. കാരണം ഫ്രണ്ടിലുള്ള രണ്ട് റൈഡേഴ്സും കൺസിസ്റ്റന്റ്ലി ഫസ്റ്റോ സെക്കൻഡ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഐദർ എ ക്രാഷ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോബ്ലം ആണ് ആക്ച്വലി അവരെ ആ പോയിന്റ്സ് എടുക്കാതിരിക്കാൻ ഉള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. നോബഡി ഈസ് ഗോയിങ് ടു ക്യാച്ച് പെക്കോ ഓർ മാർട്ടിൻ. ലൈക്ക് ഈവൻ മാർക്കസിന് പോലും പുള്ളിയുടെ GP23 വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ മാർക്കസിന് ഇനി ടൈറ്റിൽ കൺവെൻഷൻ എന്ന് പറയുന്ന കാര്യം മേ ബി മറക്കാം. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ കൺവെൻഷനിൽ പുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി ഇനി വരുന്ന റേസുകളിലൊക്കെ ഹി കുഡ് ബി സോ മച്ച് മോർ ഫാസ്റ്റർ. അപ്പോൾ ടൈറ്റിൽ ലൈക്ക് പോയിന്റ്സ് പോയാലും കുഴപ്പമില്ല, വിൻ ഓർ ബിൻ എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റിയിൽ പഴയ മാർക്കസ് തിരിച്ചു വരികയാണെങ്കിൽ വി ക്യാൻ സീ മോർ എക്സൈറ്റിംഗ് റേസസ്. സോ അടുത്തായിട്ട് നമുക്കപ്പോൾ ഇനി പെക്കോയുടെ കാര്യം പറയാം. ആൻഡ് പെക്കോയ്ക്ക് എന്താ പറയുക, ഒരു അമേസിംഗ് വീക്കെൻഡ് ആയിരുന്നു ആക്ച്വലി സംഭവിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ കിട്ടിയൊരു വിക്ടറി ആയിരുന്നു ഇത്. കാരണം കഴിഞ്ഞ തവണയാണെങ്കിലും പെക്കോ വേഴ്സസ് മാർട്ടിൻ ആയിരുന്നു ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഫൈനൽ ലാപ്പിലുണ്ടായിരുന്ന ബാറ്റിലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ബട്ട് എനിവേ മാർട്ടിൻ വോൺ അറ്റ് ദ എൻഡ്. ആൻഡ് ഈ ഒരു റേസിലാണെങ്കിലും പെക്കോ സ്പ്രിന്റ് റേസിൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടല്ല പോയത്. ലൈക്ക് ഹി വാസ് ട്രൈങ് ടു ബി കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടാണ് ഇരുന്നത്. ആൻഡ് മാർട്ടിൻ വോൺ ദ സ്പ്രിന്റ് റേസ്. പക്ഷേ റേസിൽ വന്നപ്പോഴത്തേനും പെക്കോ വാസ് അഗെയിൻ എന്താ പറയുക, ഹി ഹാഡ് എ ഗ്രേറ്റ് സ്ട്രാറ്റജി ആക്ച്വലി. കാരണം ആദ്യം പെക്കോ ഫ്രണ്ടിൽ കയറാൻ നോക്കി, പക്ഷെ അപ്പോൾ തന്നെ മാർട്ടിനിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടായി. ആൻഡ് മാർട്ടിൻ വാസ് ഗെയിനിങ്, എന്താ പറയുക, ഗ്യാപ്പ് നന്നായിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പെക്കോ വാസ് ട്രൈങ് ടു ക്ലോസ് ഇറ്റ്, പക്ഷെ എന്നാലും മാർട്ടിൻ അപ്പോൾ തന്നെ അതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഫ്രാങ്കോ മോർബിഡിനെയും പെക്കോനെ ഓവർടേക്ക് ചെയ്തു. സോ പെക്കോ മേ ബി തേർഡ് ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. പക്ഷെ പെക്കോ റേസിന് ശേഷം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പോകുന്നത് കണ്ടപ്പോൾ, രണ്ടുപേരും എടുക്കുന്ന ലൈൻസ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ രണ്ടുപേരും വൈഡൊക്കെ പോകുന്നത് കണ്ടപ്പോൾ പെക്കോയ്ക്ക് മനസ്സിലായി ലൈക്ക് ദേ ആർ ഓവർ യൂസിങ് ദർ ടയർ. സോ ഈ 30 laps ഉള്ള ഒരു റേസിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടയർ ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും വി വിൽ ബി ലൈക്ക് ഡക്ക്, പയ്യായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെക്കോ പറഞ്ഞു ഓക്കെ ഐ വിൽ വെയിറ്റ്, ഞാൻ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യും, അതിനുശേഷം മാക്സിമം ഞാൻ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ നോക്കും. ആൻഡ് ഐ വിൽ ട്രൈ ടു ഡു മൈ ബെസ്റ്റ് ടു ഗെറ്റ് ദ വിക്ടറി. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് പെക്കോ ആക്ച്വലി ചെയ്തത്. മാർട്ടിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. സോ വാട്ട് പെക്കോ ഡിഡ് വാസ് റിയലി അമേസിങ്. കാരണം അല്ലെങ്കിൽ പുള്ളിയുടെ ടയർ തീർന്നു പോയിട്ട് ലാസ്റ്റ് പുള്ളിക്ക് ഇപ്പോൾ പോകുന്ന ആ ഒരു ലാപ്പിൽ നിന്ന് കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് പോകേണ്ടി വന്നേ. ആൻഡ് അത് ഫൈനലി ചിലപ്പോൾ ബാക്കിലുള്ളവർ അടുത്ത് വന്ന് ഒരു ഫൈറ്റും കൂടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സോ പെക്കോ ഡിഡ് ആൻ അമേസിങ് ജോബ്. ആൻഡ് പെക്കോ ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാർട്ടിനെ പ്രഷർ ചെയ്യേണ്ടായിരുന്നു. ലൈക്ക് ഒരു സെക്കൻഡിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ലാപ്പ് കഴിയുന്നതോറും പെക്കോ അത് പയ്യെ വീണ്ടും ക്ലോസ് ചെയ്ത് ലൈക്ക് നമ്മൾ ഈ ഓരോ തവണ ആ സ്ട്രൈറ്റ് ഫിനിഷ് ചെയ്യുമ്പോഴും പിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് ബോർഡിൽ കാണാൻ പറ്റും നമ്മുടെ ഒപ്പോണൻസിൽ എത്ര സെക്കൻഡ്സിന്റെ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെക്കോയ്ക്ക് നല്ല രീതിയിൽ മാർട്ടിനെ പ്രഷർ ചെയ്യാൻ പറ്റി. ആൻഡ് ഒരു പ്രഷറിന്റെ ഒരു റീസൺ ആയിരിക്കാം മാർട്ടിൻ ആക്ച്വലി ക്രാഷ് ചെയ്തത്. സോ പെക്കോ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ഹി പ്ലേഡ് എ വണ്ടർഫുൾ ഗെയിം ആൻഡ് ഫൈനലി ഹി ഗോട്ട് ദ ബെസ്റ്റ് റിസൾട്ട്സ്. ആൻഡ് ഹി വിൽ ബി ഗെറ്റിംഗ് മാരീഡ് ഓൾസോ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് പുള്ളിക്ക് സന്തോഷിക്കാനായിട്ട്. ഒന്ന്, പുള്ളി റേസ് ജയിച്ചു. 2, പുള്ളി ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്യുകയാണ്. 3, പുള്ളി മാരീഡ് ആവാൻ പോവുകയാണ്. സോ പെക്കോയുടെ മൂഡൊക്കെ ഇനിയും കൂടുതൽ എലവേറ്റ് ആവത്തേ ഉള്ളൂ. ആൻഡ് ഹി വിൽ ബി കമ്മിങ് സൂപ്പർ സ്ട്രോങ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും ഇനി അടിപൊളിയായിട്ടായിരിക്കും പെക്കോ വരാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ മാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ലൂസർ എന്ന് പറയുന്നത് ആക്ച്വലി മാർട്ടിനാണ്. പുള്ളിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല പുള്ളി ലീഡ് ചെയ്യാൻ നേരത്ത് ക്രാഷ് ആവുന്നത്. പക്ഷേ പണ്ടത്തെ മാർട്ടിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി മാക്സിമം സ്പീഡിൽ പോവുക. മാർക്കസിന്റെ സെയിം ഒരു മെന്റാലിറ്റിയാണ്. മാക്സിമം സ്പീഡിൽ പോവുക, ക്രാഷ് ആയാലും കുഴപ്പമില്ല, വി ഷുഡ് ഷോ ഹി ഈസ് ദ ഫാസ്റ്റസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് മാറി മാർട്ടിൻ കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി മാർട്ടിൻ ഒരു എന്താ പറയുക ചാമ്പ്യൻഷിപ്പ് ലീഡറൊക്കെ ആയിട്ട് കുറേ ഓൾമോസ്റ്റ് ഒരു 3-4 റേസസോളം ഹി വാസ് എ ചാമ്പ്യൻഷിപ്പ് ലീഡർ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയത് മാർട്ടിൻ പുള്ളിയുടെ ആ കംപ്ലീറ്റ് മെന്റാലിറ്റി മാറ്റിയതുകൊണ്ടാണ്. പക്ഷേ ഐ തിങ്ക് അഗൈൻ മാർട്ടിൻ ഈസ് ഗെറ്റിംഗ്
ബാക്ക് ടു ബീങ് ദ ഓൾഡ് മാർട്ടിൻ. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ലൈക്ക് ഹി വാസ് ലീഡിങ് ദ റേസ്, ഹി സോ പെക്കോ ക്ലോസിംഗ് ഇൻ ആൻഡ് പുള്ളി ഹി ലോസ്റ്റ് ദ പൂൾ ആൻഡ് ഹി ക്രാഷ്. സോ ആക്ച്വലി ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത് മാർട്ടിനെ തന്നെയാണ്. കാരണം ഒന്ന്, പുള്ളി ഇനി അടുത്ത വർഷം ഡുക്കാട്ടിയിൽ ഉണ്ടാവില്ല, ഫാക്ടറി അപ്രീലിയ റൈഡറാണ് ആവാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന സപ്പോർട്ടുകൾ ഭയങ്കരമായിട്ട് കുറയും. ആൻഡ് ഹി വിൽ ബി ഈവൻ അഫ്രൈഡ്, ലൈക്ക് ഫാക്ടറി ടീം അവർ ജയിക്കാൻ വേണ്ടിയിട്ട് മേ ബി എന്തെങ്കിലുമൊക്കെ സാബറ്റാജ് ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ട് മാർട്ടിനുണ്ട്. അതുപോലെ തന്നെ പ്രമാക് ഡുക്കാട്ടി ആണെങ്കിലും അടുത്ത കൊല്ലം യമഹയിലേക്കാണ് മാറാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ ഡുക്കാട്ടിക്ക് ആക്ച്വലി ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആക്ച്വലി ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരിൽ നിന്ന് പോകുന്ന ഒരാൾ ഇൻ കേസ് എങ്ങനെ ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡുക്കാട്ടിക്ക് തന്നെ ഏറ്റവും വലിയ അടിയായിരിക്കും. കാരണം ആ ഒരു നമ്പർ 1 എന്ന് പറയുന്ന പ്ലേറ്റ് പിന്നെ മാർട്ടിൻ കൊണ്ടുപോകാൻ നേരെ അപ്രീലിലേക്ക് ആയിരിക്കും. സോ നോബഡി വോണ്ട്സ് ടു സീ ദാറ്റ്. ഐ മീൻ ഡുക്കാട്ടി ഡോണ്ട് വോണ്ട് ടു സീ ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ അവർ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഒരുപാട് കുറയും. സോ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഫൈനലി ഫാക്ടറി ഡുക്കാട്ടി വിൽ ബി മോർ ഫാസ്റ്റർ ദാൻ ദിസ് സാറ്റലൈറ്റ് ടീം. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ഇനി എത്രത്തോളം അടിപൊളിയായിട്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഡുക്കാട്ടി മാക്സിമം നോക്കും, ലൈക്ക് ദേ ആർ വെരി ഫെയർ. അവരുടെ സാറ്റലൈറ്റ് ടീമിനെ എപ്പോഴും അടിപൊളിയായിട്ടാണ് കൊണ്ട് നടക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും എല്ലാം അവർ ചെയ്തൊന്നും വരത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇനി അടുത്ത സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഡുക്കാട്ടി എന്തൊക്കെയാണ് പുതിയ അപ്ഗ്രേഡ്സ് കൊണ്ടുവരാൻ പോകുന്നത്, അതിൽ എന്തൊക്കെയാണ് പ്രമാക് ഡുക്കാട്ടിക്ക് കിട്ടാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് കൂടുതൽ അഡ്വാൻറ്റേജ് കൊടുക്കാൻ പോകുന്നത് പെക്കോ ബാഗ്നായിക്ക് തന്നെയാണ്. കാരണം പുള്ളിയുടെ പെർഫോമൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളൊരു ഒരു ക്രൈറ്റീരിയ മാത്രമായിരിക്കുമല്ലോ ഇപ്പോൾ ഡുക്കാട്ടിക്ക് നോക്കാനുണ്ടാവുക. സോ മാർട്ടിൻ ഇസ് ദ വൺ ഹൂ ഇസ് ഗോയിങ് ടു ബി ഇൻ കംപ്ലീറ്റ് ഡിസഡ്വാൻറ്റേജ് ഹിയർ ആൻഡ് ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. സോ നമ്മളങ്ങനെ മെയിൻ ആയിട്ടുള്ള 3 പേരുടെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫ്രാങ്കോ മോർബിഡിലിയാണ്. ഫ്രാങ്കോ മോർബിഡിലിയുടെ ഡുക്കാട്ടി ജേർണി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ക്ലേശകരമായിട്ടുള്ള ജേർണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലൈക്ക് ഡുക്കാട്ടിയുടെ ടെസ്റ്റിംഗിന്റെ സമയത്ത് അതിന് മുമ്പ് തന്നെ പുള്ളിക്ക് ഇഞ്ചുറി പറ്റി, അതുകൊണ്ട് മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സീസണിന്റെ സ്റ്റാർട്ടിലാണെങ്കിലും ഹി വാസ് നോട്ട് ഫിറ്റ്, ഇഞ്ചുറീസ് കാരണം പുള്ളിക്ക് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് മിസ്സായിരുന്നു. പുള്ളിക്ക് യമഹയിൽ നിന്ന് വരുമ്പോൾ ഡുക്കാട്ടിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എന്തായാലും വേണമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഒന്നും ആക്ച്വലി കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഹി കെയിം ബാക്ക് ആൻഡ് ആദ്യമായിട്ട് കുറച്ച് ടോപ്പ് പൊസിഷൻസിൽ ഒന്ന് റേസ് ചെയ്യുന്നത് ഫ്രാങ്കോ മോർബിഡിലി ഈ ഒരു റേസിലാണ്. ആൻഡ് ആദ്യം തന്നെ ഹി ഓവർ ടുക്ക് പെക്കോ ബാഗ്നായ. അതിനുശേഷം റേസിന്റെ ഒരു ഘട്ടത്തിൽ ആക്ച്വലി ഹി വാസ് ഗെറ്റിംഗ് റിയലി ക്ലോസ് ടു ഹോഹെ മാർട്ടിൻ. അപ്പോൾ മേ ബി ഹോഹെ മാർട്ടിനെ വരെ ഓവർടേക്ക് ചെയ്തേക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഫ്രാങ്കോ മോർബിഡിലി ആദ്യം പറഞ്ഞതുപോലെ തന്നെ റേസിന്റെ ഒരു പകുതി ആകുമ്പോഴത്തേനും ഹി കംപ്ലീറ്റ്ലി ലൂസ് ഹിസ് സ്പേസ്. അതുകൊണ്ട് തന്നെ വീണ്ടും പെക്കോ ബാഗ്നായ പുള്ളിനെ ഓവർടേക്ക് ചെയ്തു. ആൻഡ് അഗൈൻ മാർക്കസ് ആയിട്ടൊരു ക്ലാഷ് ഉണ്ടായി. പക്ഷേ ഇനിയായിട്ടൊരു അടിപൊളി ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഫ്രാങ്കോ മോർബിഡിലിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു വീക്കെൻഡ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ പുള്ളി ഇതുവരെ ആരുമായിട്ട് സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ പ്രമാക് ഡുക്കാട്ടിയുടെ റൈഡറാണ്. ആൻഡ് പ്രമാക് അടുത്ത കൊല്ലം യമഹയിലേക്ക് പോകുന്നത് കാരണം ഹി ഈസ് ആക്ച്വലി ഇപ്പോൾ ഒരു മാനുഫാക്ചർ ഇല്ലാണ്ടിരിക്കുകയാണ്. സോ മേ ബി പുള്ളിയുടെ പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ഒബിയസ്ലി VR46 ഫ്രാങ്കോ മോർബിഡിലിനെ ചിലപ്പോൾ സൈൻ ചെയ്തെന്നിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് ആക്ച്വലി ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു ഫ്രാങ്കോ മോർബിഡിലി. പിന്നെ നമുക്ക് പറയാനുള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി എല്ലാ പോഡ്കാസ്റ്റിലും ഞാൻ പറയാറുള്ള ഒരാളാണ്, ദാറ്റ് ഇസ് പെഡ്രോ കോസ്റ്റ, ദ റുക്കി ഓഫ് ദിസ് സീസൺ. ആൻഡ് പെഡ്രോ കോസ്റ്റ ഈ ഒരു സാക്സൺ ബ്രേക്കിലേക്ക് വരാൻ നേരത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ദിസ് ഇസ് ഹിസ് ലാസ്റ്റ് ചാൻസ് ടു ബ്രേക്ക് മാർക്കസിന്റെ റെക്കോർഡ്. സോ മാർക്കസിന്റെ ഒരു മറ്റൊരു റെക്കോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2013 ആദ്യമായിട്ട് മോട്ടോ GPയിൽ വരുമ്പോൾ മാർക്കസ് പുള്ളിയുടെ ഫസ്റ്റ് റേസിൽ തന്നെ ഒരു പോഡിയം കിട്ടിയിരുന്നു. ഹി വാസ് തേർഡ് ഇൻ ദ ഫസ്റ്റ് റേസ്. ആൻഡ് പുള്ളിയുടെ സെക്കൻഡ് റേസിലാണ് പുള്ളി ഫസ്റ്റ് പൊസിഷൻ അടിച്ചത്. സോ ഹി വാസ് ദ യങ്ങസ്റ്റ് റൈഡർ ടു വിൻ എ മോട്ടോ GP റേസ്. അപ്പോൾ അങ്ങനെ ഒരു 20 years and 64 daysന്റെ ഒരു റെക്കോർഡ് ആക്ച്വലി മാർക്കസിന് ഉണ്ടായിരുന്നു. സോ പെഡ്രോ കോസ്റ്റയുടെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ട് ഈ സാക്സൺ റിംഗിലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡന്റ് അച്ചീവ് ദാറ്റ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി KTM ഇസ് നോവെയർ നിയർ ദ ഡുക്കാട്ടീസ്. ഫ്രണ്ടിലുള്ള എല്ലാ ഡുക്കാട്ടീസും ഈവൻ 23-ലെ GP23 പോലും KTMനേക്കാളും ഒരു പടി മുന്നിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പെഡ്രോ കോസ്റ്റ അഗെയിൻ ഹീസ് ഇൻ എ ഗ്യാസ് സാറ്റലൈറ്റ് ടീം. അപ്പോൾ ഒന്ന് ഫാക്ടറി ടീമിലല്ല, 2 ഹീസ് എ റുക്കി, 3 KTM ഇസ് നോവെയർ നിയർ ഡുക്കാട്ടി. അതുകൊണ്ടൊക്കെ തന്നെ ഇറ്റ് വാസ് എന്താ പറയുക അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി പറയാം. ആൻഡ് പെഡ്രോ ആക്ച്വലി മാർക്കസിന്റെ മറ്റേ യങ്ങസ്റ്റ് റൈഡർ ടു ഗെറ്റ് മോട്ടോ GP പോഡിയം എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു റെക്കോർഡ് പുള്ളിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇപ്പോൾ ഒരു 2 ദിവസം മുന്നേ പെഡ്രോയുടെ ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഉള്ളിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. ആൻഡ് ഓസ്ട്രേലിയ ചെന്നിട്ട് പുള്ളിയുടെ ടീമിൽ ആരൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, എന്തൊക്കെ ഡിസിഷൻസ് ആണ് അവരെടുക്കുന്നത്, അവരെന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഈസ് ഗോയിങ് ടു ഗെറ്റ് നോ. അതായത് ഒരു നമ്മൾ ഫോർമുല 1 ടേംസിൽ പറയുകയാണെങ്കിൽ നിക്കി ലൗഡ അല്ലെങ്കിൽ മൈക്കിൾ ഷൂമാർക്കർ ലെവലിൽ ഫാക്ടറിയിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ആ ഒരു മെന്റാലിറ്റിയിലാണ് പെഡ്രോ കോസ്റ്റ പോകുന്നത്, വിച്ച് ഇസ് ഗോയിങ് ടു ബി വെരി ബെനിഫിഷ്യൽ ഫോർ ഹിം. കാരണം
പുള്ളിയുടെ ടീമിൽ എന്താണ് നടക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിനൊരു പ്രതിവിധി എന്താണെന്ന്, അല്ലെങ്കിൽ പെഡ്രോയുടെ സൈഡിൽ നിന്ന് പുള്ളിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്മെന്റ് പോകണം എന്നുള്ളത് പുള്ളിക്ക് കമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹീസ് ഗോയിങ് ടു ബി എ മോൺസ്റ്റർ ഇൻ ഫ്യൂച്ചർ മോട്ടോ ജി പി. അപ്പോൾ അതിന്റെ ഒരു ബേബി സ്റ്റെപ്സ് ആണ് പെഡ്രോ ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് മൈൻഡ് ദാറ്റ് ഹീസ് ജസ്റ്റ് 20 years old, ആൻഡ് ആ ഒരു ഏജിൽ തന്നെ ഭയങ്കര മെച്ചൂരിറ്റിയാണ് പെഡ്രോ കാണിക്കുന്നത്. സോ ഐ ഹോപ്പ് ഈവൻ ഇപ്പോൾ ഈ ഒരു റെക്കോർഡ്സ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പല പല ലെജൻസ് ഉണ്ടാക്കിയിരിക്കുന്ന പല പല റെക്കോർഡ്സ് പെഡ്രോ പയ്യെ ബ്രേക്ക് ചെയ്യും എന്നുള്ളത് 100% കൺഫേം ആണ്. And we are really excited to see what this generational talent is going to do in the MotoGP grid. So anyway, Sachsenring Pedro was totally invisible ആയിരുന്നു, ആളെ കാണാൻ പോലും ഇല്ലായിരുന്നു. ആൻഡ് 10th പൊസിഷനും 11th പൊസിഷനും ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് പെഡ്രോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഹിസ് ഫോൾട്ട്. കാരണം പുള്ളിക്ക് കിട്ടിയിരുന്ന ബൈക്ക് ഡുക്കാട്ടീസിന് വെച്ച് നോക്കുമ്പോൾ അത്ര അടിപൊളി ബൈക്സ് ഒന്നുമല്ല. ആൻഡ് ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്ടറി ഡുക്കാട്ടീസ് ഫാക്ടറി KTMs ഒന്നും ഒരിടത്തും കാണാനില്ല. ബ്രാഡ് ബെൻഡറിനെയോ ജാക്ക് മില്ലറിനെയോ ഒന്നും ഒരിടത്തും കാണാൻ പോലും ഇല്ല. അവരെക്കായും അടിപൊളിയായിട്ട് എല്ലാ റേസുകളും പെർഫോം ചെയ്യുന്ന ഒരാളാണ് പെഡ്രോ അക്കോസ്റ്റ. ആൻഡ് ആക്ച്വലി എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെഡ്രോ ഇസ് എ റുക്കി. ഒരു റുക്കിയായിട്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ പെഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം പെഡ്രോ അക്കോസ്റ്റ ഒരു റുക്കിയാന്നുള്ള കാര്യമാണ്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും മാർക്കസിന്റെ ഓൺ ബ്രദറാണ് അലക്സ് മാർക്കസ്. സോ മാർക്കസ് ബ്രദേഴ്സ് അഗെയിൻ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയേക്കാണ്. ലൈക്ക് 1997 ശേഷം അവർ ആദ്യമായിട്ട് 2 ബ്രദേഴ്സ് മോട്ടോ ജിപിയുടെ പോഡിയത്തിൽ കയറിയേക്കാണ്. ലാസ്റ്റ് ആയിട്ട് സംഭവിച്ചത് 1997 അതിനുശേഷം മാർക്കസ് സെക്കൻഡും മാർക്കസിന്റെ ബ്രദറായിട്ടുള്ള അലക്സ് മാർക്കസ് തേർഡുമായിട്ട് ഫിനിഷ് ചെയ്തു. ആൻഡ് അലക്സ് മാർക്കസിന് ഒരു വെരി എക്സെപ്ഷണൽ വീക്കെൻഡ് ആയിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫാസ്റ്റ് ലാപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്വാളിഫയേഴ്സിന്റെ സമയത്തോ ആൻഡ് ഈവൻ റേസ് പേസ് പോലും അത്രയ്ക്ക് അടിപൊളിയല്ലായിരുന്നു. സോ റേസിന് മുമ്പ് തന്നെ അലക്സ് മാർക്കസ് പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 5th or 6th പൊസിഷനിൽ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്നാണ് അലക്സ് മാർക്കസ് ആദ്യം പറഞ്ഞിരുന്നത്. ബട്ട് എനിവേ ഹി വാസ് ഏബിൾ ടു ഗെറ്റ് ദ 3rd പൊസിഷൻ ആൻഡ് ഇറ്റ് വാസ് എ വെരി ഹാപ്പി മൂവ്മെന്റ് ഫോർ ദ മാർക്കസ് ഫാമിലി. കാരണം 2 മാർക്കസ് ബ്രദേഴ്സ് ആദ്യമായിട്ട് സെയിം ടീമിൽ അവർ പോഡിയം ഷെയർ ചെയ്യുകയാണ്. ആൻഡ് മാർക്കസ് റേസിന് ശേഷം പറഞ്ഞത് ഹി വുഡ് ഹാവ് സ്വാപ്ഡ് വിക്ടറി ടു ബി വിത്ത് ഹിസ് ബ്രദർ ഇൻ ദ പോഡിയം എന്നാണ്. കാരണം മാർക്കസ് ഒരുപാട് ജയിച്ചേക്കുന്ന ആളാണ്, പക്ഷെ പുള്ളിയുടെ ബ്രദറിന്റെ ഒപ്പം ഒരു പോഡിയത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ ടു ഹിം ആൻഡ് ആസ് വെൽ ആസ് ഫോർ അലക്സ് മാർക്കസ്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ അമേരിക്കൻ ടീം, ദ ട്രാക്ക് ഹൗസ് റേസിംഗ് എന്ന് പറഞ്ഞ ടീമിനെയാണ്. അവർ അപ്രീലിയുടെ 23 ബൈക്കാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഹാഡ് എ വെരി ഡീസന്റ് വീക്കെൻഡ്. കാരണം സ്പ്രിന്റ് റേസിന്റെ സമയത്ത് ആക്ച്വലി 2nd and 3rd I think it was for track house racing. So it was a very amazing result for them. And റേസിന്റെ സമയത്ത് they were not in the front, അവർ കുറച്ച് ബാക്കിലേക്കൊക്കെ പോയി. ബട്ട് എന്നാൽ പോലും ഒരു സാറ്റലൈറ്റ് ടീം എന്നുള്ള രീതിയിൽ ഈവൻ ഫാക്ടറി അപ്രീലിയ ടീമിന് ഫ്രണ്ടിൽ എത്താൻ പറ്റാത്തപ്പോഴും ട്രാക്ക് ഹൗസ് റേസിംഗിന് ഫ്രണ്ടിൽ എത്താൻ പറ്റി എന്നുള്ളത് ആക്ച്വലി വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ബേസിക്കലി സാക്സൺറിംഗിൽ നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇനിയിപ്പോൾ റൈഡേഴ്സ് എല്ലാവരും അവരുടെ സമ്മർ ബ്രേക്കിന് പോവാണ്, വിച്ച് ഇസ് ആസ് എ മോട്ടോ ജിപി ഫാൻ സൂപ്പർ ഡിപ്രസിങ്. അപ്പോൾ ഇനി നമ്മൾ ഈ 10-25 ദിവസത്തേക്ക് റേസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കേണ്ടി വരും. എനിക്ക് അത് നല്ലൊരു ഗ്യാപ്പാണ്. കാരണം അവർക്കാണെങ്കിലും ഇപ്പോൾ ഇത്രയും റേസസ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് റിക്കവർ ചെയ്ത് വരണം, അവരുടെ ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് റൈഡേഴ്സ് അവരുടെ ആ ഒരു ഒപ്റ്റിമൽ ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ എത്തുക. സോ അതും റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ തിങ്ക് പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യാൻ സമയമായി, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആൻഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം മോട്ടോ ജി പിക്ക് കുറച്ചുകൂടെ ഫാൻസ് വന്നെങ്കിൽ അവർക്ക് ആക്ച്വലി മോട്ടോ ജി പി എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ മോട്ടോ ജി പി എന്താണ്, അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ റൈഡേഴ്സ് ഒക്കെ ആരാണ് എന്നൊക്കെ സംബന്ധിച്ച് ചെറിയ ഷോർട്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് സ്റ്റേജിലാണ്. അപ്പോൾ അത് മാക്സിമം അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ വെരി റൈറ്റ് ടൈം ടു ബി മോട്ടോ ജി പി ഫാൻ. ഒരുപാട് കാര്യങ്ങൾ മോട്ടോ ജി പിയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ മോട്ടോ ജി പിയുടെ ഒരു ഫാനോ അല്ലെങ്കിൽ മോട്ടോ ജി പിയുടെ ഒരു വ്യൂവർ ആയിരുന്നെങ്കിൽ ഒരുപാട് ക്രേസി റോളർ കോസ്റ്റ് മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റിയാണ് സ്റ്റാർട്ടിങ് മുതൽ. ആൻഡ് ട്രാൻസ്ഫർ വിൻഡോ ഓൾമോസ്റ്റ് ഒരു 4 റൈഡേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും ട്രാൻസ്ഫർ വിൻഡോയിൽ മാറാൻ പോവാണ്. ആൻഡ് ഈവൻ ഒരു ടീം തന്നെ ഡുക്കാട്ടിയിൽ നിന്ന് മാറി യമഹയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. റേസിനിടയ്ക്ക് നടക്കുന്ന ഡ്രാമ, റേസിനിടയ്ക്ക് നടക്കുന്ന ഫൈറ്റ്, ആൻഡ് അതുപോലെ തന്നെ റേസുകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. 1-2 റേസ് ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ റേസിലും ഒരുപാട് ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്, ലാസ്റ്റ് ലാപ്പ് ബാറ്റിൽസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈമാണ് മോട്ടോ ജി പി ഫാൻ ആവാനായിട്ട്. ആൻഡ് ഈ അടുത്ത് നടന്നേക്കുന്ന എല്ലാ സീസൺസിലും വെച്ച് ഈ 2024 സീസൺ ഒരു എപ്പിക് സീസണാണ് ആവാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നെവർ ഈവൻ മിസ് എ റേസ്, എല്ലാ റേസും കാണുക. ഈ സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന എന്റർടൈൻമെന്റ് നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് നമുക്കിനി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ പോഡ്കാസ്റ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ബൈ.